ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എള്ളുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം വീതം വെള്ള എള്ളും കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്, അതായത് സെസമി സീഡ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും വേണം, 1/4 കപ്പ് ശർക്കരപ്പാനിയും വേണം. ഈ ശർക്കരപ്പാനി നല്ല കുറുകിയിട്ട് നല്ലതുപോലെ കാച്ചിയ ശേഷം ഇത് അരിച്ചെടുത്തതാണ് ഈ 1/4 കപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ശർക്കരപ്പാനി കാച്ചിയിട്ട് അരിച്ചെടുത്താൽ മാത്രമേ അതിലുള്ളിലെ അഴുക്കൊക്കെ മാറിക്കിട്ടത്തുള്ളൂ. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന എള്ള് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെള്ള എള്ളും കറുത്ത എള്ളും ഒരുമിച്ചിട്ട് തന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡയബറ്റിക്സ് പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും എല്ലിന്റെ ശക്തിയൊക്കെ കൂട്ടാനും ഹാർട്ടിന്റെ ഹെൽത്ത് കൂട്ടും, കൊളസ്ട്രോൾ കുറയ്ക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ എള്ള് കൊണ്ടുണ്ട്. ഡൈജഷനും വളരെ നല്ലതാണ് ഈ എള്ള്. കുട്ടികൾക്കൊക്കെ ഡെയിലി കുറച്ച് എള്ള് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. കറുത്ത എള്ളിനാണ് ഗുണം കൂടുതലുള്ളത്. ഞാനിവിടെ അതുകൊണ്ടാണ് 2 എള്ളും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ഇതുണ്ടാക്കുന്നത്. എള്ളിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ ഞാൻ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റോസ്റ്റ് ചെയ്ത അതേ പാൻ തന്നെയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള പാത്രം വേണം നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം ചൂടാവുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു കാസ്റ്റ് അയണിന്റെ പാനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നല്ല തിളച്ച് വരണം. തിളച്ചിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് കുറുകണം. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ശർക്കര ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ പാനിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എന്തായാലും ശർക്കരയിൽ അഴുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ശർക്കര പാനി കാച്ചിയിട്ട് അരിച്ച് അഴുക്കെല്ലാം കളഞ്ഞിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പരുവാകുമ്പോഴേക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ച എള്ള് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഇടുന്നതിനോടൊപ്പം തന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്തു നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഉടൻ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം ആ ചൂടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ എള്ളിനി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചൂടോടെ തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നത്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അത് തണുത്ത് പോയി കഴിഞ്ഞാൽ കട്ടയായി പോകും. പിന്നെ നമ്മൾക്കിത് ഉരുട്ടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂടോടെ തന്നെ ഉരുട്ടുന്നത്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ബൗളിൽ 1 ടീസ്പൂൺ നെയ്യ് എടുക്കണം. ഈ നെയ്യ് കയ്യിലൊന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത ശേഷം നമ്മൾക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കാം. ചൂടോടെ തന്നെയാണ് നമ്മൾ ഉരുട്ടണത്. കൈ പൊള്ളാണ്ട് സൂക്ഷിക്കണം. ചിലർക്ക് ചൂട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ജോലി ചെയ്യുന്ന കൈകളിൽ ഇതുപോലെ ചൂട് പിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ആദ്യമായിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നവർ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇതുപോലെ നല്ല മുറുക്കി വേണം ഇത് പിടിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ചിട്ട് ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മളിത് തണുക്കുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഉരുള പിടിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ നെയ്യിൽ കൈയൊന്ന് തടവിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എള്ളുണ്ട ഇവിടെ തയ്യാറായി.
ഇത് വളരെ ഹെൽത്തിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.